ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതാണ്. അവിടുത്തെ ഹിതം നിറവേറണം. എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും ഹിതങ്ങളും അല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ ഹിതം. കാരണം എൻ്റെ അസ്തിത്വത്തിന് അടിസ്ഥാനം എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ തന്നോടുകൂടി ആയിരിക്കുന്നതിന് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിനാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത്. ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് മാതാപിതാക്കൾ പുറത്തു നിൽക്കുന്നുവെന്ന് മറ്റുള്ളവർ ശിഷ്യന്മാർ അറിയിച്ചപ്പോൾ യേശു ചോദിക്കുന്നു, ആരാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും? ദൈവഹിതമനുസരിച്ച്, പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും സഹോദരങ്ങളും. പരിപൂർണമായി ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുക. ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോൾ അൺകണ്ടീഷണൽ സറണ്ടറാണ്. അത് പറഞ്ഞാൽ ഇന്നിന്ന രീതിയിലുള്ള അതിർവരമ്പുകൾ ഞാൻ വയ്ക്കുകയല്ല. യാതൊരു തരത്തിലുമുള്ള കണ്ടീഷൻസ് ഇല്ല. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവന് അവൻ്റെതായ പ്രത്യേക മേഖലകളോ സംരക്ഷിത സ്ഥലങ്ങളോ ഒന്നും ആവശ്യമില്ല. ദൈവം നടത്തും, ദൈവം പരിപാലിക്കും, അവിടുന്ന് ക്രമീകരിക്കും എന്നത് ലഭിക്കുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാകണം. കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന അറിവാണല്ലോ വിശ്വാസം. ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചവരുടെ ജീവിതങ്ങളാണ് രക്ഷാകരമായ ചരിത്രത്തിന്റെ ഇതിവൃത്തം തന്നെ. ദൈവഹിതത്തിന് സമർപ്പിച്ചവരാണ് രക്ഷാകരമായി രക്ഷിക്കപ്പെട്ടവരായി മാറിയത്. ഇശ്രായേൽ പരിത്യജിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഹിതത്തിന് എതിരായി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ആദവും ഹവ്വയും ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഹിതം അവരുടെ വേദപുസ്തകത്തിന്റെ ആമുഖത്തിൽ ഏറ്റവും പ്രാരംഭമായ സംഭവം അതാണ്. ആദത്തെ ഹവ്വയും ദൈവം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം, അവിടുന്ന് പിതാവ് തന്റെ ഹിതം അറിയിച്ചു, എന്ത്? നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്. പക്ഷേ ആ ഹിതത്തെ മറികടന്നുകൊണ്ട് ദൈവത്തിന് അഹിതമായത്, അസ്വീകാര്യമായത് പ്രവർത്തിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ഒരു പ്രത്യേക രീതിയാണ്. എന്താണ്? ദൈവഹിതത്തിനെ മാനിക്കാതെ ദൈവഹിതത്തെ അഹിതമായി അസ്വസ്ഥതയായി കണ്ടുകൊണ്ട് അസ്വീകാര്യമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വെച്ചു ആദ്യ മാതാപിതാക്കൾ. എന്തു പറ്റി? അവർക്ക് സ്വർഗത്തിന്റെ അനുഭവം നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന്റെ ഹിതം തിരസ്കരിക്കുമ്പോൾ നമുക്ക് തോന്നാം അക്കരെ പച്ചയാണ്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നും. ആദത്തിനും ഹവ്വയ്ക്കും തോന്നി, എന്താണ്? അക്കരെ നിൽക്കുന്ന, അല്ലെങ്കിൽ പിശാച് പറയുന്നതാണ് ശരി, അത് ചെയ്താൽ ഉടനെ വിജയിക്കും, രക്ഷ പ്രാപിക്കുന്നു. ഉള്ളതിനേക്കാൾ അഹങ്കാരഭാവത്തിലൂടെ ആർത്തി മൂത്താൽ ഭ്രാന്ത് പിടിക്കും. പലതരത്തിലുള്ള ആർത്തി ഉണ്ടല്ലോ. പണത്തോടുള്ള ആർത്തി കൂടിയാൽ പണഭ്രാന്ത് പിടിക്കും. പെണ്ണിനോട് കൂടുതൽ ആർത്തി കൂടിയാൽ ഭ്രാന്ത് പിടിക്കും. പുരുഷനോട് കൂടുതൽ ആർത്തി കൂടിയാൽ പുരുഷഭ്രാന്ത് പിടിക്കും. മണ്ണിനോട് കൂടിയാൽ ഭ്രാന്ത് പിടിക്കും. മദ്യത്തോട് കൂടിയാൽ മദ്യത്തിന്റെ ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ മനുഷ്യൻ ദൈവഹിതത്തിന് അഹിതമായി അസ്വീകാര്യമായി പ്രവർത്തിക്കുന്നതെല്ലാം അവനവന്റെ ജീവിതത്തിൽ തന്നെ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ആദിമാതാപിതാക്കളെ പോലെ ദൈവത്തിന്റെ തിരുമനസ് തിരസ്കരിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ തിരുമനസ്സിനെ സ്വീകരിച്ചവരാണ് മഹാന്മാര്, മഹതികളായി ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ രക്ഷാകര ചരിത്രത്തിൽ ഇഴചേർക്കപ്പെടുന്ന ഏതാനും വ്യക്തികളുണ്ട്. ദൈവത്തിന്റെ ഹിതമനുസരിച്ചവരെ, അവരെപ്പറ്റി നമുക്ക് അടുത്ത വിചിന്തനത്തിൽ ശ്രവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.